ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലാക്ക് എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റിൻ്റെ വേറെ ലെറ്റ്സ് പ്ലേൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു 600 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ ദാറ്റ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ റോഡ് ടു 1K ആണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടിയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കുന്നുണ്ട്. ക്രിയേറ്റ് ന്യൂ വേൾഡ് നമ്മൾ സൗണ്ടിനൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെറ്റ്സ് പ്ലേ എന്ന് പേര് കൊടുക്കാം. സർവൈവൽ ഡിഫിക്കൽറ്റി നോർമൽ മതി, വേറൊന്നുമില്ല. നമുക്ക് നേരെ ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ കേസ് നമ്മൾ സ്പോണായത് തന്നെ ടൈഗ ബയോമിലാണ്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ അടുത്ത് തന്നെ വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമ്മൾ നേരം പറ്റിയാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ മരം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സാപ്ലിങ്ങും ചെയ്യാൻ കാത്തുക. കാരണം നമുക്ക് എല്ലാ സാപ്ലിങ്ങും കളക്ട് ചെയ്യണമെന്നത്. അപ്പോഴത്തേന് നമുക്ക് ഈ ഓഫിൻ്റെ മേലെയും വെട്ടി വെക്കാം. അപ്പോഴത്തേന് മറ്റേ കഴിയുമ്പോഴത്തേന് അവിടെ ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാം. നമുക്ക് ടാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോണേജ് ആയിട്ട് നമുക്ക് ഇതാക്കാം. സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. ഈ സംഭവം നമ്മൾ ബെഡ്റോക്കിൽ മാത്രമേ ഉള്ളൂ. മറ്റേ PC കളിക്കണ, അതായത് ജാവ എഡിഷനിൽ ഇല്ലാന്ന് എൻ്റെ ഓർമ്മ. കാരണം ഈ സംഭവം ഈ മരം വീണ് കിടക്കണ വേണ്ടിയിട്ട് സംഭവം നമ്മൾ ഇതിൽ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു വോളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വോൾഫ് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും. വോൾഫാണ് സാധാരണ ഇതിനൊക്കെ ഒന്നിടാറ്. രണ്ടാമത്തെ വോളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഷീപ്പിനെ മാത്രം പിടിച്ചാൽ മതി. നമുക്കിനി നേരെ വില്ലേജ് കണ്ടെടുക്കാൻ പോവുക. നമുക്ക് കളക്ട് ചെയ്യുക. ചിലപ്പോൾ ബിൽഡിങ്ങിനൊക്കെ ആവശ്യം. അപ്പം നമ്മൾ ഒരു സ്റ്റാക്കിൻ്റെ മേലെ ഒരു സ്റ്റാക്കും 11 എണ്ണവും മറ്റേ മോസി കോബിൾ സ്റ്റോൺ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് വോൾസ് ഒരു ഷീപ്പിന് കൂടി കൊന്നിട്ടിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്കില്ല ബെഡ് ഉണ്ടാക്കാതെ ഇതായി. ഇപ്പം തന്നെ ബെഡ് ഉണ്ടാക്കി വെക്കുക. ഇല്ലെങ്കിൽ പിന്നെ നൈറ്റ് സോംബീസൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം ടൈം എടുക്കും. അതുകൊണ്ട് ആയിട്ടില്ലേ? 2 ആയിട്ടുള്ളൂ. ഒന്നുകൂടിയും കിട്ടാണ്ട്. അത് നമുക്ക് പോണേക്ക് ഒരു ഷീപ്പിനെ കൂടി ഒന്ന് സെറ്റാക്കാം. ചാടി കിട്ടാൻ നമ്മൾ ബെഡ് ഇട്ട് കണ്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് നൈറ്റ് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അതായത് സ്കിപ്പാക്കിയിട്ടുണ്ട്. ഗൈസ്, ഇത് മറ്റേതല്ലേ? ഇതിന് പറയാം ഓക്കെ തന്നെ. ഇതിൻ്റെ താഴത്തല്ലേ മറ്റേ ലഷ്കേവ് സ്പോൺ ആവുക. ഇതിമൊന്നിപ്പോൾ എങ്ങനെയാണ് സാപ്ലിങ് കിട്ടുക? ഞാൻ മറന്നല്ലോ. കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്: 117 70 -69. അങ്ങനെ ഗൈസ്, നമ്മൾ ലഷ്കേവ്ക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഗൈസ് നമുക്ക് മൈൻക്രാഫ്റ്റ് വെറുക്കണത്. കൊടുത്തിട്ടൊന്നുമില്ല. ഇവിടെ ഗൈസ്
നല്ല ചാടി വെക്കുക. വെള്ളം ചാടിയിട്ടുള്ളത് കുഴപ്പമില്ല. സാധനങ്ങളൊക്കെ തിരിച്ചെത്തി പിന്നെ സാധനങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചത്തിട്ടാണെങ്കിലും മേലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലൊക്കെ എത്തിയിട്ടുണ്ട്. കാരണം ഇനി എസ്കേപ്പ് ശരിക്കും ഒന്ന് പോകണം. കാരണം നമുക്ക് അവിടെ ഒന്നും ഇതാക്കാനൊന്നും ഒരു 100 ബ്ലോക്ക് പോയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതടുത്ത ഇതിൻ്റെ മറ്റേത് നമുക്ക് കിട്ടിയതുകൊണ്ട് ഇനി 2 കിട്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല. നമുക്ക് അതിന് ഉണ്ടാക്കല്ലേ അയക്കണ്. ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ എസ്കേപ്പ് ആകുമെന്നാണ് തോന്നുന്നത്, അറിയില്ല. അപ്പോൾ നമുക്ക് വില്ലേജ് കിട്ടുകയാണെങ്കിൽ ഇതാക്കാം. 1.21 നമ്മൾ കളിക്കാം. അപ്പോൾ മറ്റേ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഇപ്പോൾ റെസ്റ്റി എന്നല്ല, വേറെ എന്താണ് ഈ പട്ടീൻ്റെ പേര്. ഇതിപ്പോൾ 24 അപ്ഡേറ്റിലുള്ള പട്ടിയാണ്. എക്സ്പ്രഷൻ പോലെ നമുക്ക് കാണാം. എണ്ണ വന്നല്ലെങ്കിലും ഒരു 10 ആൻഡ്രോ കിട്ടിയിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിലേക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ പിക്കക്സും മൈൻഡ് ചെയ്യാണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.